സംസ്ഥാന കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ഓണം റംസാൻ വിപണികൾ വ്യാഴാഴ്ച ആരംഭിക്കും. ഉത്സവ സീസണുകളിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം റംസാൻ വിപണികൾ തുറക്കുന്നത്. 1.5 മാസക്കാലം നീളുന്ന ഓണം റംസാൻ മേളകൾ സെപ്റ്റംബർ 15-നാണ് സമാപിക്കുക. 14 ജില്ലാ കേന്ദ്രങ്ങളിലും 140 നിയോജകമണ്ഡല ആസ്ഥാനങ്ങളിലും 3000-ഓളം സഹകരണ വിപണന മേളകളിലൂടെയും 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നതിന് കൺസ്യൂമർ ഫെഡ് ഉദ്ദേശിക്കുക. നിത്യോപയോഗ സാധനങ്ങൾക്ക് 30% വരെ വില കുറച്ച് നൽകുന്നതിനാണ് ഇപ്പോൾ തീരുമാനം. സഹകരണ റംസാൻ വിപണികളിൽ ഇവയ്ക്കൊപ്പം റംസാൻ കിറ്റും ലഭ്യമാകും. ജില്ലാതല വിപണന മേളകളും നിയോജകമണ്ഡലതല വിപണന മേളകളും 45 ദിവസം പ്രവർത്തിക്കുമ്പോൾ സഹകരണ റംസാൻ വിപണന മേളകൾ ഓഗസ്റ്റ് 1 മുതൽ 10 വരെയാണ് പ്രവർത്തിക്കുക. സെപ്റ്റംബർ 1 മുതൽ 15 വരെ പ്രവർത്തിക്കുന്ന സഹകരണ ഓണം വിപണികളിൽ 13 ഇനങ്ങൾക്ക് പുറമെ പായസ കിറ്റും ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 4000-ഓളം വിപണന കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. അരി ഇനങ്ങളായ ജയ, കുറുവ, മട്ട, പച്ചരി എന്നിവയ്ക്ക് കിലോഗ്രാമിന് 21 രൂപയ്ക്കും പഞ്ചസാരയ്ക്ക് 28 രൂപയും ചെറുപയറിന് 55 രൂപയും കടലയ്ക്കും തുവരപ്പരിപ്പിനും 45 രൂപയ്ക്ക് വീതമാണ് വിൽപ്പന ഉദ്ദേശിക്കുന്നത്. ഉഴുന്നിന് 42 രൂപയും വൻപയറിന് 35 രൂപയും മല്ലിക്ക് 60 രൂപയും മുളകിന് 55 രൂപയും പിരിയൻ മുളകിന് 76 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 62 രൂപയുമാണ് റമദാൻ ഓണൻ വിപണികളിലെ വില. ഈ വിലയ്ക്ക് പാക്ക് ചെയ്ത ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുമ്പോൾ പാക്കിംഗ് ചെലവിനത്തിൽ 50 പൈസ അധികം നൽകണമെന്നാണ് കൺസ്യൂമർ ഫെഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാതല സഹകരണ വിപണന മേളകൾ ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മെഗാ മാർട്ടും, നീതി സ്റ്റോർ, നന്മ സ്റ്റോറുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇവയുടെ സഹകരണ സ്ഥാപനങ്ങളുടെ സംഘങ്ങളും നടത്തുന്ന നീതി സ്റ്റോറുകൾ, നന്മ സ്റ്റോറുകളും സർവീസ് സഹകരണ സംഘങ്ങളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവയിലും സബ്സിഡി നിരക്കിൽ ഓണം റംസാൻ വിപണികൾ നടത്തുന്നതിനും കൺസ്യൂമർ ഫെഡ് തീരുമാനമെടുത്തിട്ടുണ്ട്.